ദേഹത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ രൂപവും ഭാവവും യേശുവിലൂടെയാണ് നമുക്ക് പകർന്നു തന്നത്. എബ്രായർ 1:1 നമ്മൾ വായിക്കുന്നില്ലേ, പഴയ കാലത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. എന്നാൽ ഈ കാലത്താകട്ടെ അവിടുന്ന് സ്വന്തം പുത്രനിലൂടെ, യേശുവിലൂടെ നമ്മോട് സംസാരിക്കുന്നു. മത്തായി സുവിശേഷകന്റെ 6-ാം അധ്യായം സാവകാശം നമ്മളൊന്ന് എടുത്തു വായിക്കാമെങ്കിൽ ഈശോ നമ്മോട് വ്യക്തമായി തൻ്റെ പിതാവിനെ പറ്റി പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6-ാം അധ്യായത്തിൽ ആരംഭത്തിൽ തന്നെ നമ്മോട് പറയും ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു. കർത്താവ് പറയും, മറ്റുള്ളവർ കാണാൻ വേണ്ടി നീ ഒന്നും ചെയ്യണ്ട. നന്മ പ്രവൃത്തികൾ വഴിയോരങ്ങളിൽ ചെയ്ത് ആളുകളുടെ കയ്യടി വാങ്ങാൻ ശ്രദ്ധിക്കണ്ട. നിന്റെ വലത് കൈ എന്ത് ചെയ്യുന്നെന്ന് ഇടത് കൈ പോലും അറിയരുത്. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അന്നുവരെ ദൈവമേ എന്ന് വിളിക്കാൻ പോലും മനുഷ്യൻ ഭയന്നിരുന്നു. അങ്ങനെയാണ് അവർ ദൈവത്തെ കണ്ടിരുന്നത്. പക്ഷെ ഈശോ പറയുകയാണ്, രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, നിന്നെ ആ പ്രാർത്ഥന ഇഷ്ടപ്പെടാൻ, അതേപ്പറ്റി നല്ലത് പറയാൻ, ഇതിനൊന്നും വേണ്ടി പ്രാർത്ഥിക്കണ്ട. നിന്റെ മുറിയിൽ കടന്ന് നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്ക്, അവൻ നിനക്ക് ഉത്തരമരുളും. എന്നിട്ടാണ് കർത്താവ് ചൊല്ലിത്തന്ന് പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമുക്കൊക്കെ അറിയാം. വീണ്ടും ആ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈശോ പറയും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഒന്നും പേടിക്കേണ്ട. ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. നീ അവൻ്റെ കാര്യങ്ങൾ അങ്ങ് ചെയ്തോ, അപ്പോൾ നിന്റെ എല്ലാ കാര്യങ്ങളും ശുഭമായി തീരും. അങ്ങനെ നമ്മോട് ഈശോ ആവർത്തിച്ച് പറയുകയാണ്, നിനക്കൊരു പിതാവുണ്ട്. നിന്റെ ദൈവം നിന്റെ പിതാവാണ്. ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയുകയും ചെയ്തൊരു വ്യക്തിയാണ് യോഹന്നാൻ ശ്ലീഹ. അവൻ്റെ ചങ്കിലെ ചൂടറിഞ്ഞാണ് യോഹന്നാൻ വളർന്നത്. യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരും, എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മളെ മക്കളേന്ന് വിളിക്കുന്നു. തീർന്നില്ല, സത്യത്തിൽ നമ്മൾ അവൻ്റെ മക്കളാ. പൗലോസ് അപ്പോസ്തലൻ ഇതിനെല്ലാം കൂടെ ഒരു ഉറപ്പ് തരികയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ. അപ്പാന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ. ആ അപ്പന് നമ്മളോടുള്ള മനോഭാവം എന്തെന്ന് പലപ്പോഴും കർത്താവ് ഈ പ്രപഞ്ചത്തിലുള്ള ഉദാഹരണങ്ങളിലൂടെ തന്നെ തെളിയിച്ചു തരുന്നു. ഈ പാറിപ്പറക്കുന്ന ഒരു പക്ഷിക്ക് തൻ്റെ ഡ്രസ്സിനെക്കുറിച്ച് വല്ലതും ആകുലപ്പെടാനുണ്ടോ? തൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് എന്തെങ്കിലും അവന് മുൻകൂർ കരുതാനുണ്ടോ? ഒരു പ്രയോജനവുമില്ലെന്ന് പറയത്തക്ക വിധം കാട്ടിൽ വളർന്ന് മുറ്റത്ത് വളർന്ന് പിറ്റേ ദിവസം തന്നെ വാടിക്കൊഴിഞ്ഞു പോകുന്ന ആ പൂക്കൾക്ക്, ആ പൂക്കളെ പോലെ സോളമൻ പോലും അനുഗ്രഹീതനല്ലെന്നാണ്, സോളമൻ്റെ വസ്ത്രം പോലും ഇത്ര മനോഹരമല്ലെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ ഇന്നുണ്ട്, നാളെ നഷ്ടപ്പെട്ടു പോകുന്ന പുല്ലിനെയും പൂക്കളെയും കിളികളെയും ദൈവം അലങ്കരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിലൊക്കെ എത്രയോ മെച്ചപ്പെട്ടവരാ. അപ്പോൾ ദൈവത്തിന് ഞാൻ ഒരുപാട് മെച്ചപ്പെട്ടവളാ. ദൈവത്തിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കാൻ നോക്കിയാലേ എൻ്റെ ദൈവവുമായിട്ട് ഹൃദയബന്ധത്തിലേക്ക് വരാൻ എനിക്ക് സാധിക്കൂ. ഒരു കൊച്ചുമോന് അപ്പച്ചൻ്റെ അടുക്കൽ എന്നും പറയും, അപ്പച്ച നമുക്ക് സ്റ്റോളിൽ പോവാ, ഇൻഫാൻ സ്റ്റോളിൽ. എന്തിനാടാ? എനിക്ക് ഒരു മൊയിലും കുഞ്ഞിനെ വേണം, ഞാൻ വളർത്തിക്കോളാം. അപ്പച്ചൻ പറഞ്ഞു, മോനെ ഇച്ചിരി കുറച്ചും കൂടിയൊക്കെ വലുതാകട്ടെ, ഇപ്പം പഠിക്കാനില്ലേ? ഇല്ല പക്ഷേ ഞാനതൊക്കെ ചെയ്തോളാം, എനിക്ക് വേണം,
ഒരു മൊയിലും കുഞ്ഞു മൊയിൽ മതി. കേട്ട് മടുത്തപ്പോൾ അമ്മച്ചി പറഞ്ഞു, അവനത് ഇഷ്ടമാണെങ്കിൽ ഒരെണ്ണത്തിന് വാങ്ങിച്ചു കൊടുക്കുന്നേ, ഇഷ്ടം പോലെ പുല്ല് ഈ മുറ്റത്തേക്കൂടെയൊക്കെ ഉണ്ട്, ഞാൻ അതിന് പുല്ലൊക്കെ കൊടുത്തോളാം, ഭക്ഷണമൊക്കെ കൊടുത്തോളാം. അവൻ്റെ ഒരാഗ്രഹമല്ലേ. അങ്ങനെയാണ് അന്ന് അപ്പച്ചൻ വൈകുന്നേരം മോനെയും കൂട്ടിക്കൊണ്ട് ഇൻഫാം സ്റ്റോളിൽ പോയത്. അവിടെയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മുയലും കുഞ്ഞുങ്ങളെ വിൽക്കപ്പെടും. അപ്പനും മോനും കൂടെ അങ്ങോട്ട് ചെന്നു. കൊച്ചിങ്ങനെ പുറമേ നിന്ന് നോക്കി വിരൽ കൊണ്ട് തോണ്ടി മുയലും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക. അവൻ തോണ്ടി ഓരോന്നിനെയും അമ്മയുടെ അടുത്തേക്ക് ഇടും. അങ്ങനെ പലതിനെ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാല് കംപ്ലീറ്റ് തളർന്നുപോയ ഒരു മുയലും കുഞ്ഞിനെ അവൻ തോണ്ടിയത്. അത് അമ്മയുടെ അടുക്ക ചെന്ന് വീണു. 3 കാലും കൊണ്ട് പരക്കം പാഞ്ഞ് അമ്മയുടെ അടുക്ക ചെന്ന് പാല് കുടിക്കുന്ന ആ മുയലിനെ കൊച്ചിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അവൻ അതിനെ എടുത്തു മാറോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ എനിക്കിതിനെ വേണം. പപ്പയും മുയലിനെ വിൽക്കുന്നയാളും ഒന്നിച്ചു പറഞ്ഞു, മോനെ അതിനെ എന്തിനാ, അത് തെരഞ്ഞിട്ടേക്കുന്നതാ, അതിനെ ആർക്കും വേണ്ട, ഒരു കാല് സ്വാധീനം ഇല്ലാത്തത് കൊണ്ട് ആരും അതിനെ കൊണ്ടുപോവില്ല, അങ്ങനെ കിടക്കുന്ന ഒരു മുയലത്, അതുകൊണ്ട് മോനൊരു നല്ലതിനെ എടുത്തോ, അതല്ലേ നല്ലത്, ദേ ആ കിടക്കുന്നത് നല്ലതാ, ഇപ്പുറത്ത് കിടക്കുന്നത് നല്ലതാ. അപ്പം അവൻ ആ കാല് തളർന്ന മുയലിൻ കുഞ്ഞിനെ 2 കൈ കൊണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാവും പറഞ്ഞു, പറ്റില്ല, എനിക്കിത് തന്നെ വേണം, ഇതിനെ ഞാൻ ആർക്കും കൊടുക്കില്ല, പപ്പ മുഴുവൻ വിലയും കൊടുത്തോ, ഇതിനെ എനിക്ക് വേണം. തിരിച്ചു പോരുമ്പോൾ പപ്പ ചോദിച്ചു, മോനെന്താണ് അങ്ങനെ അതിനെ തന്നെ വേണമെന്നും പറഞ്ഞ് 2 കൈ കൊണ്ടും അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എന്തുകൊണ്ടാ? അപ്പം അവൻ പറഞ്ഞു, പപ്പ മറന്നുപോയോ ഒരു കാര്യം. എന്ത് കാര്യം മോനെ? അയ്യേ, ഈ പപ്പയ്ക്ക് ഒട്ടും ഓർമ്മയില്ല കേട്ടോ. എടാ എന്താ കാര്യമെന്ന് പറ. അപ്പം അവൻ്റെ അവൻ ഇട്ടിരിക്കുന്ന പാൻസിൻ്റെ ഒരു കാല് അങ്ങനെ പയ്യെ മടക്കി കയറ്റി. അപ്പോഴാണ് പപ്പ അത് ഓർത്തത്, അവനൊരു കാലില്ല, അത് കൊച്ചിലെ വന്ന ഒരു രോഗത്താൽ നഷ്ടപ്പെട്ടു പോയതാ. കൃത്രിമ കാലാണ് വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിലൊക്കെ നടക്കാൻ ഇന്ന് ടീച്ചർമാർ അവനെ പഠിപ്പിച്ചത് കൊണ്ട് ആരും തന്നെ അറിയില്ല അവന് കൃത്രിമ കാലാന്ന്. എന്നിട്ട് അവൻ പറഞ്ഞു, പപ്പ ഈ ഒരു കാലിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം പപ്പ, അതുകൊണ്ട് ഇവനും ഞാനും നല്ല ജോഡിയാ, ഇവൻ്റെ വിഷമം എനിക്ക് ശരിക്കും മനസ്സിലാവും, എൻ്റെ സ്നേഹം അവൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും, അതുകൊണ്ടാണ് പപ്പ എനിക്കിതിനെ തന്നെ വേണമെന്ന് പറഞ്ഞത്. നിസ്സാരമായൊരു ഉദാഹരണമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര ശക്തമാണ്, അതെത്ര മനോഹരമാണ്. ലേഖനങ്ങൾ നമുക്കത് വിശദമായി പറഞ്ഞു തരും. ദൈവസ്നേഹത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ പ്രവാചക പുസ്തകങ്ങൾ നമ്മോട് ഉറപ്പായി പലതും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. യെശയ്യാ 43 നമ്മൾ വായിക്കുന്നില്ലേ, 1 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ സൃഷ്ടിക്കുകയും ഞാൻ രൂപപ്പെടുത്തുകയും ചെയ്ത മക്കളെ ഭയപ്പെടേണ്ട. 3 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാ. ഒരു നിമിഷം ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലൂടെ കടന്നു പോകുന്ന നമുക്ക് ആ വ്യഗ്രതകളുടെ നടുവിലിരുന്നു കൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ സൃഷ്ടിക്കുകയും ഞാൻ രൂപപ്പെടുത്തുകയും ചെയ്ത മകനെ മകളെ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാ. മലവെള്ളപ്പാച്ചിൽ പോലെ പ്രശ്നങ്ങൾ നിനക്ക് ചുറ്റുയരുമ്പോഴും നീ ഭയപ്പെടണ്ട. കാട്ടുതീ പോലെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും നീ അല്പം പോലും ഭയപ്പെടണ്ട. നിന്റെ രക്ഷകനായ ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഒരു ദൈവം തരുന്ന ഉറപ്പാണ്, നിനക്ക് ഞാനുണ്ടെന്നേ, ഭയപ്പെടണ്ട. പാപമൊഴികെ ബാക്കി സകലതിലും നമ്മിൽ ഒരുവനെ പോലെ അവനായി തീർന്നു, യേശുവിനെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഏത് ദുരിതവും അവന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തകർച്ചകളിലും നാനാഭാഗത്തേക്കും ഓടി
അവിടെ നിന്നൊരാശ്വാസം, ഇവിടെ നിന്നൊരു ശക്തി, മറ്റിടത്തുനിന്നൊരു കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരതി നടക്കുമ്പോഴും കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കിലേക്ക് വാ. അധ്വാനിക്കുന്ന മോളെ, ഭാരം ചുമക്കുന്ന മോനെ, എൻ്റെ അടുത്തേക്ക് വാ. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ വേദനകൾ സഹ്യമാക്കി തീർക്കാം. ഞാൻ കൂടെ നിൽക്കാം. എത്ര മനോഹരമായ തിരുവചനങ്ങൾ നമ്മോട് ഉറപ്പായി കർത്താവ് പറഞ്ഞു തരും. പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ? ജെറമ്യാ പ്രവാചകന്റെ 29 അധ്യായത്തിൽ നമ്മോട് കൃത്യമായി പറയുകയാണ്, പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാകുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനോട് അമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നമ്മളാരും ദൈവം സ്നേഹമുള്ളവനാണെന്ന് സമ്മതിക്കില്ലായിരുന്നു. ഏത് ദിവസം പത്രമെടുത്ത് നമ്മൾ തിരിച്ചും മറിച്ചും വായിച്ചു വരുമ്പോൾ ഒരു പെറ്റമ്മയെങ്കിലും തൻ്റെ കുഞ്ഞിനെ വിൽക്കാൻ കൊടുക്കാത്ത, ഒരു പെറ്റമ്മയെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കൊലക്കയറിട്ട് മുറുക്കാത്ത, ഒരു പെറ്റമ്മയെങ്കിലും ആ കുഞ്ഞിനെ തനിക്ക് വേണ്ട എന്ന മുദ്രയോടുകൂടെ വളർത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് കൊടുക്കാത്ത ഒരു പത്രവും നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. അത്രയേറെ പെറ്റ അമ്മമാർ കുഞ്ഞിനെ നശിപ്പിക്കുന്നു, തട്ടിക്കളയുന്നു. കർത്താവ് പറയുകയാണ്, ഈ അമ്മമാരെ പോലെ ഞാനും നിന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സ്നേഹം ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പറഞ്ഞു, അന്നേ പറഞ്ഞു, ജെറമ്യാ പ്രവാചകന്റെ കാലത്ത് തന്നെ കർത്താവ് പറഞ്ഞു വെച്ചു, ഇവരാ കുഞ്ഞിനെ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കില്ല. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ചുറ്റും ഉയർന്നു നിൽക്കുന്ന മലകൾ തകർന്നു വീഴാം, കുന്നുകൾ മറിഞ്ഞു പോകാം, പക്ഷെ എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു വ്യത്യാസവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് തൻ്റെ മകനെ, ഏക മകനെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ബലി കഴിക്കാൻ തയ്യാറായത്. അതുകൊണ്ട് യോഹന്നാന്റെ ലേഖനം നമ്മോട് പറഞ്ഞു തരും, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ബലി കഴിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് നമുക്കും പരസ്പരം സ്നേഹിക്കാം. പരസ്പരം സ്നേഹിക്കാം. ദൈവത്തെ സ്നേഹിക്കാമെന്നല്ല പറഞ്ഞ്, പരസ്പരം സ്നേഹിക്കാം. ഈ എളിയ സഹോദരങ്ങളിൽ ഒരാൾക്ക് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്കാണ് നീ ചെയ്തു തന്നത്. ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ചതിനാൽ നമുക്കും പരസ്പരം സ്നേഹിക്കാം. ദൈവത്തിൻ്റെ അവാച്യമായ സ്നേഹം. നമ്മൾ അവനെതിരെ തെറ്റ് ചെയ്യുമ്പോഴും, അവനെ ധിക്കരിക്കുമ്പോഴും, അവനെ മറന്നു കളയുമ്പോഴും പിതാവായ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യൻ പെരുകിയെന്നും പാപവും അതോടൊപ്പം പെരുകിയെന്നും ഈ ജനത്തെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് ദൈവം പരിതപിച്ചു എന്നും നമ്മൾ വായിച്ചു നിർത്തുമ്പോൾ തമ്പുരാൻ്റെ കോപം മനുഷ്യൻ്റെ തിന്മയ്ക്കെതിരെ ഉയരുന്നതാ നമ്മളവിടെ കാണുന്നത്. പക്ഷെ ആ നിമിഷം പുത്രനായ ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി അവൻ അർപ്പിക്കാൻ പോകുന്ന ബലിയുടെ സ്മരണ പിതാവിൻ്റെ ഹൃദയത്തിൽ അവൻ ഉണർത്തുകയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ രക്ഷിച്ചു, എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ രക്ഷിച്ചു. സ്വന്തം എന്നുള്ളതിന് ഒരു മറവിയും സംഭവിക്കാതിരിക്കാൻ യേശു നമുക്ക് വേണ്ടി പിതൃസന്നദ്ധിയിലുണ്ട്. അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഏതനുഭവങ്ങൾ വന്നാലും യേശുവിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് എപ്പോഴും കൂട്ടാണെന്നുള്ളത് മറക്കണ്ട. ആകയാൽ എൻ്റെ ദൈവമേ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ എനിക്ക് എന്ത് നന്മയുണ്ട്. കർത്താവിനെ കണ്ടെത്താൻ വൈകിപ്പോയ വിശുദ്ധര് അവസാനം അവനെ കണ്ടെത്തി കഴിയുമ്പോൾ ഹൃദയം നൊന്ത് കരയുന്നത് അവരുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മോനിക്ക പുണ്യവതി തൻ്റെ മകന് വേണ്ടി അഗസ്റ്റിനോസിന് വേണ്ടി എത്ര നാൾ പ്രാർത്ഥിച്ചു, 30 വർഷം പ്രാർത്ഥിച്ചു. എന്നിട്ട് മടുത്ത പുണ്യവതി അംബ്രോസ് മെത്രാന്റെ മുറിയിൽ കടന്നു ചെന്നിട്ട് ചോദിച്ചു, പിതാവേ, എൻ്റെ മകൻ ഒരിക്കലും മാനസാന്തരപ്പെടില്ലേ? അദ്ദേഹം മെത്രാൻ പറഞ്ഞു, ഒരമ്മച്ചിയും ഇതുപോലെ മകന് വേണ്ടി കരഞ്ഞിട്ടില്ല. ഇത്രയും കണ്ണുനീരൊഴുക്കിയ മകൻ ഇനിയും ഒരു കാട്ടുമൃഗമായിട്ട് ജീവിക്കില്ല. അവൻ മാനസാന്തരപ്പെടും. അഗസ്റ്റിൻ മാനസാന്തരപ്പെട്ടു. ഒരൊറ്റ വചനമാണ്
അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നത്. അവിചാരിതമായി എടുത്ത ബൈബിളിൽ അവൻ തുറക്കുമ്പോൾ ദൈവപ്രേരണയിൽ കാണുകയാണ്, രാത്രി കടന്നുപോയി, ഇതാ പകൽ വരാറായിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം അങ്ങോട്ട് ഉപേക്ഷിക്കുക. എന്നിട്ട് പ്രകാശത്തിൻ്റെ പ്രവൃത്തികൾ അതിനെ അനുധാവനം ചെയ്യേ. അങ്ങനെ തമ്പുരാനിലേക്ക് വന്ന അഗസ്റ്റിൻ ആദ്യം പറഞ്ഞൊരു വാചകമുണ്ട്, ഓ ദൈവമേ, നിന്നെ കണ്ടെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി. ഓ ദൈവമേ, നിന്നെ കണ്ടെത്താൻ ഞാൻ എത്ര വൈകിപ്പോയി. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ദൈവമേ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീ നിനക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചു. എന്നാൽ ഞാൻ എൻ്റെ സഹകരണം കൂടാതെ ഞാൻ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നിന്നെ കൂടാതെ എനിക്ക് രൂപമില്ല, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. പക്ഷേ എൻ്റെ രക്ഷ നേടണമെങ്കിൽ ഞാൻ സഹകരിക്കണം. ആകയാൽ നമുക്കും ഈ ദൈവത്തിൻ്റെ സ്നേഹം ആവോളം ആവഹിച്ചെടുക്കാം. എൻ്റെ ഓരോ അവയവം പ്രവർത്തിക്കുന്നതും അവൻ്റെ സ്നേഹം കൊണ്ടാണ്. കർത്താവ് ഇന്ന് കൈവിട്ടാൽ ഞാൻ ഒന്നുമല്ലായ്മയിലേക്ക് തിരിച്ചു പോകും. അവൻ്റെ സ്നേഹം തരുന്ന ഓരോ ശ്വാസത്തിനും, അവൻ്റെ സ്നേഹം നമുക്കായി ഒരുക്കിത്തരുന്ന ഓരോ നേരത്തെ ഭക്ഷണത്തിനും, അവൻ്റെ സ്നേഹം നമുക്ക് ചുറ്റും ഒരുക്കിത്തരുന്ന ജീവിതത്തിൻ്റെ മനോഹരമായ ഓരോ അനുഭവങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബൈബിള് വായിച്ചു വരുമ്പോൾ ഈ സ്നേഹവും നന്ദിയും നമുക്ക് അത്യാവശ്യമാണെന്ന് പലപ്പോഴും ഉറപ്പ് തരുന്നത്. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം 5:16-18 നമ്മൾ വായിക്കുന്നില്ലേ? എത്ര മനോഹരമായിട്ടാണ് തമ്പുരാൻ നമ്മോട് പറയുന്നത്. എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക. അതിനെന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇടവിടാതെ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ഹൃദയത്തിലേക്ക് ഈ വാചകത്തെ ഒന്ന് സ്വീകരിച്ചേ. എപ്പോഴും സന്തോഷമുള്ളവളായിരിക്കെ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശു ക്രിസ്തുവിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. അപ്പോൾ ഞാൻ സന്തോഷമുള്ളവനായിത്തീരും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു ദുർമുഖവും കൊണ്ട് ആരെയും വേദനിപ്പിക്കണ്ടല്ലോ. ഓരോ പ്രഭാതത്തെയും സ്വീകരിക്കുമ്പോൾ ഇതാണ് നന്ദി പറയാനുള്ള രീതി. നമ്മുടെ തമ്പുരാൻ തന്ന സുഖത്തിനും ദുഃഖത്തിനും വിജയപരാജയങ്ങൾക്കും സകല അനുഭവങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ നീ നിരന്തരം പ്രാർത്ഥിക്കുക. അപ്പോൾ നിനക്ക് സന്തോഷം കിട്ടും. നീ സമാധാനവും സ്വസ്ഥതയുമുള്ളവനായിത്തീരും. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം എത്ര നല്ലവനാണെന്ന് എൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിലൂടെ മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ. ദുഃഖ ദുരിതങ്ങൾക്ക് വേണ്ടി എന്തിന് ദൈവത്തെ സ്തുതിക്കണം? ഉടനടി ഉത്തരം കിട്ടും. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സമസ്തവും അവിടുന്ന് നന്മയാക്കി മാറ്റുന്നു. ഇന്ന് തിന്മയെന്ന് കരുതി ഞാൻ മുഖം തിരിക്കുന്ന അനുഭവം പോലും എൻ്റെ നന്മയ്ക്കാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് സാധിക്കും. ആകയാൽ നമുക്കവനെ സ്തുതിക്കാം. ഊണിലും ഉറക്കത്തിലും നമുക്കവനെ സ്തുതിക്കാം. പകലും രാവും നമുക്കവനെ സ്തുതിക്കാം. സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തെ സ്തുതിക്കാം. അതിനാണ് അവൻ തൻ്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചത്. എൻ്റെ ജീവിതത്തെ ഈ നിമിഷം ആത്മാർത്ഥതയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കൂ. അവൻ തരാത്തതായി എനിക്കെന്താ ഉള്ളത്? എല്ലാം എനിക്കായിട്ട് അവൻ തന്നെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ജീവിതത്തെക്കുറിച്ച് പകച്ചു നിൽക്കുന്നത്? എന്ത് അവിചാരിതമായി എനിക്ക് സംഭവിച്ചാലും എൻ്റെ തമ്പുരാൻ അത് നന്മയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ്, മനസ്സുള്ളവനാണ്. അതിനുള്ള സ്നേഹം അവനുണ്ട്, അതിനുള്ള ശക്തി നമ്മുടെ ദൈവത്തിനുണ്ട്. ആകയാൽ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കൂടെ കൂടെ നമുക്ക് ഏറ്റുപറയാം, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എല്ലാറ്റിനും വേണ്ടി സ്തുതിക്കുന്നു. അങ്ങെനിക്ക് എന്ത് തന്നാലും അവയ്ക്കെല്ലാം നന്ദി. കൊച്ചുനാളിൽ ഏറെ ലാളിച്ച നമ്മുടെ മാതാപിതാക്കൾ ദൈവകരങ്ങളിൽ നിന്ന് നമ്മളെ സ്വീകരിച്ചത്. വളർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കൊരു രോഗം വന്നാൽ, കൊച്ചു പിള്ളേർക്ക് പണ്ടൊക്കെ സാധാരണ വന്നിരുന്ന ചൊറി, ചിരങ്ങ്,
കരപ്പൻ, ഇങ്ങനെയൊക്കെ രോഗം വന്നാൽ വാത്സല്യം കൊണ്ട് നമ്മളെ നിറച്ചിരുന്ന നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു വൈദ്യൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് വേണ്ട മരുന്നുകൾ തേടും. ആ ഇഞ്ച ചതച്ച് മരുന്ന് വെള്ളത്തിലിട്ട് ആ പൊറ്റ പോകുവോളം ചൊറിയെല്ലാം തേച്ച് കഴുകി ഒരു മൃദുലമായ തുണി കൊണ്ട് തുടച്ച് ആ അരച്ചു വച്ചിരിക്കുന്ന കുഴമ്പെടുത്ത് ആ ചൊറിയിലേക്കൊക്കെ അങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തെ വേദന, നീറ്റൽ. പക്ഷെ അതൊന്നും അപ്പനോ അമ്മയ്ക്കോ തടസ്സമല്ല. ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ പൊന്നുമോള് മരിച്ചു പോകും. അതുകൊണ്ട് കൊച്ചിന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അവർ ചെയ്യും. അത് നമ്മൾ ദ്രോഹമായിട്ട് കണക്കാക്കില്ല. കുസൃതികൾ കാണിക്കുമ്പോൾ ഒരു പരിധി വിട്ടാൽ നല്ല തല്ലുകൊള്ളും. ആ തല്ലും വഴക്കും ചികിത്സകളും കഴിക്കുന്ന മരുന്നും നീറുന്ന ആ പുറത്തിടുന്ന മരുന്നുകളും ഒക്കെ ഇന്ന് നമ്മൾ അതൊന്നും ഓർത്ത് അവരെ ശപിക്കാറില്ല. നമ്മൾ അന്ന് കരഞ്ഞു, അറിവില്ലായ്മ കൊണ്ട്. ഇന്ന് നമുക്കറിയാം അവയാണ് നമ്മെ രക്ഷിച്ചത്. ഇതുപോലെ ചിരിക്കാനും കരയാനും ജയിക്കാനും തോക്കാനും തമ്പുരാൻ അവസരം തരും. അവയാണ് സ്വന്തം കാലിൽ നിന്ന് വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ നന്മയ്ക്കായി നീ എനിക്കായി ഒരുക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ ഓർത്തും ഞാൻ നന്ദി പറയുന്നു. അങ്ങ് എനിക്ക് നൽകുന്നതെല്ലാം നന്മയാണെന്ന് ഞാൻ സമ്മതിച്ചേറ്റു പറയുന്നു. അങ്ങയുടെ ഇഷ്ടം പരിപൂർണമായി എന്നെ നിറവേറട്ടെ. അവ എന്തു തന്നെയാണെങ്കിലും എൻ്റെ നാഥ, എൻ്റെ വായി അങ്ങയെ സ്തുതിക്കാൻ, എൻ്റെ അധരങ്ങൾ അങ്ങയുടെ സ്നേഹം പാടാൻ, എൻ്റെ ജീവിതം അങ്ങേക്ക് നന്ദി പറയാൻ ചിലവഴിക്കുന്നതിനുള്ള ഒരു വലിയ കൃപ അവിടുന്ന് എനിക്ക് നൽകണമേ. അങ്ങയെ സ്നേഹിക്കാനും തരുന്നതിനൊക്കെ നന്ദി പറയാനും അവയെല്ലാം നല്ലതാണെന്ന് ഏറ്റുപറഞ്ഞ് സമ്മതിക്കാനും അങ്ങനെ അങ്ങയുടെ മകളായി ജീവിക്കാനും എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ യാചിക്കുന്നു. എൻ്റെ സ്നേഹം അങ്ങിൽ ഉറച്ചു നിൽക്കാനും ജീവിതാനുഭവങ്ങളിലൂടെ അത് തെളിഞ്ഞു വരാനും അങ്ങനെ നിന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതാനും അങ്ങ് തന്നെ എന്നെ പഠിപ്പിക്കണമേ. ആ നന്ദിയുടെ വഴിയിലൂടെ അങ്ങനെ നയിക്കണമേ. അങ്ങേക്ക് നന്ദി, ഇന്നും എന്നേക്കും. ദൈവമേ, നിനക്ക് നന്ദി. ആമേൻ.